ഇരുപത്തി സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഈ സംവിധാനമുള്ളത്. അത് കാരണം പ്രവാസികളുടെ ഡെൻസിറ്റി, പ്രവാസ സാന്ദ്രത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടിയ സംഭവങ്ങളൊന്നാണ് കേരളം. കേരളത്തിലെ പ്രവാസത്തിന് ഓരോ രാജ്യങ്ങൾക്ക് പോകുന്ന ഓരോ പ്രത്യേകതകളുണ്ട്, വിശേഷങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നവരല്ല യൂറോപ്പിൽ പോകുന്നവർ പെരുമാറുന്ന പോലെയല്ല മിഡിൽ ഈസ്റ്റിലുള്ളത്. തിരിച്ചുവരെ കുറിച്ചുള്ള ആശങ്കകൾ പലർക്കും പല വിധത്തിലുള്ളത്. ചിലർക്ക് കുഴപ്പമായി പോകണമെന്ന നിലയിലാണ്, PR കിട്ടിയ നിലയിലാണ്, പറ്റുന്ന നിലയിലാണ്. കാനഡ യൂറോപ്പിലേക്ക് പോകുന്നവരൊക്കെ PR വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ടാണ് ആലോചിക്കുന്നത്. ഞാൻ വ്യത്യസ്തമായി മിഡിൽ ഈസ്റ്റിലുള്ളവർ എത്ര കാലം ജോലി ചെയ്താലും തിരിച്ചു നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്ഥിരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രവാസ സമൂഹമാണ് നമ്മുടെ പ്രവാസ സമൂഹം. ആ പ്രവാസ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമില്ല. ഇവിടെ ശരീരത്ത് സ്വീകരിക്കാൻ പോകുന്നത് നമുക്കെടുക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ്. നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഏജൻസിയാണ്. പ്രവാസക്ഷേമത്തിന് വേണ്ടി, പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഔദ്യോഗികമായ ഏജൻസിയുടെ പേരാണ് നോർക്ക റൂട്ട്സ്. ഔദ്യോഗികമായ നോർക്ക റൂട്ട്സിൻ്റെ കീഴിൽ 5 എൻറ്റിറ്റികളുണ്ട്. 1 നോർക്ക റൂട്ട്സ്, നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ്. 2 പ്രവാസി വെൽഫെയർ ബോർഡ്. 3 നോർക്ക NRK കമ്മീഷൻ. 4 ലോകേരസഭ. 5 OKH, നിക്ഷേപ സാധ്യതകളുടെ